again to Salam Learning. നിങ്ങളുടെ സ്വന്തം പ്രൊട്ടീവ്സ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇതിൽ എഴുതിയ പോലെ തന്നെ never miss this. കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒന്നാം പാഠത്തിലെയും രണ്ടാം പാഠത്തിലെയും കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വെറുതെ നിസ്സാരമായിട്ട് കളയാൻ പാടില്ല. കാരണം പല രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ ഫ്ലോ ചാർട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, രണ്ടാം പാഠത്തിലെ എല്ലാ സെൻസ് ഓർഗൻസും നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ പാത്വേ, അത് കൂടാതെ റിഫ്ലക്സ് ആർക്കിന്റെ പാത്വേ ഒക്കെ 2 മാർക്കും 3 മാർക്കിനും കംപ്ലീറ്റ് ആയിട്ടും പഠിക്കാനുള്ളത് കൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. വളരെ ഇമ്പോർട്ടന്റ് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒന്നാം പാഠത്തിലെ ന്യൂറോണിന്റെ സ്ട്രക്ചറിലേക്ക് നോക്കാം. ന്യൂറോണിന്റെ ഫ്ലോ ചാർട്ട് അതിന്റെ സ്ട്രക്ചറിൽ തന്നെ വരുന്ന ഫ്ലോ ചാർട്ട് ആണ്. ഇമ്പൾസ് പോകുന്ന ഭാഗം ഇതിലൂടെയാണ്. ആദ്യം വരുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് നേരെ ഡെൻഡ്രോണിലേക്ക്, അവിടുന്ന് സെൽ ബോഡി കോശ ശരീരം, പിന്നെ നേരെ ആക്സോണിലേക്ക് പോകുന്നു. അവിടുന്ന് നേരെ ആക്സോണിന്റെ ബ്രാഞ്ചസ് ആയ ആക്സോണൈറ്റ്, പിന്നെ സിനാപ്റ്റിക് നോബിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഡെൻഡ്രൈറ്റ് ഓഫ് ദ നെക്സ്റ്റ് ന്യൂറോൺ, അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് സിനാപ്സ് വഴി പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഇമ്പൾസ് പോകുന്ന പാത്വേ ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തേത് ഇമ്പോർട്ടന്റ് ആണ്, റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആർക്കിന്റെ പാത്വേ നിങ്ങൾ പഠിച്ചു വെക്കുക. സ്റ്റിമുലൈ വരുന്നു, സ്റ്റിമുലൈ നേരെ റിസപ്റ്റേഴ്സ് ആണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാഹികൾ. ഉദ്ദീപനം ഗ്രാഹികളിലേക്ക് എത്തുന്നു, അവിടെ ഇമ്പൾസ് ഉണ്ടാവുന്നു, ആവേഗങ്ങൾ ഉണ്ടാവുന്നു. അത് നേരെ സെൻസറി ന്യൂറോണിലേക്ക്, സംവേദ നാഡിയിലേക്ക് പോകുന്നു, പിന്നെ നേരെ ഇന്റർ ന്യൂറോണിലേക്ക് പോകുന്നു. ഇന്റർ ന്യൂറോൺ എന്ന് ചെയ്യുന്നു മോട്ടോർ ന്യൂറോൺ, പ്രേരക നാഡിയിലേക്ക് പോകുന്നു. പ്രേരക നാഡിയാണ് റിപ്ലൈ മെസ്സേജസ് ആ ബന്ധപ്പെട്ട പേശി റിലേറ്റഡ് മസിലിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് വന്ന ആ ഒരു റെസ്പോൺസ് ആക്ഷൻ നടക്കുന്നത്. ഈ ഒരു പാത്ത് വേനെയാണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഒരു റിഫ്ലക്സ് ആർക്ക് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ പാത്ത് വേ ആണ് നിങ്ങൾ വരച്ചു വെക്കേണ്ടത്. സെൻസ് ഓഫ് സൈറ്റ്, കാഴ്ച എന്ന അനുഭവം. കണ്ണിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ, ഐന്റെ സ്ട്രക്ചർ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് ഈ ഒരു ഫ്ലോ ചാർട്ട്. ഓർത്ത് വെച്ചോളൂ. ലൈറ്റ്, പ്രകാശം നേരെ എങ്ങോട്ടേക്കാണ് മക്കളെ പോകുന്നത്? കോർണിയയിലേക്കാണ് പോകുന്നത്. കോർണിയൽ തട്ടി പിന്നെ നേരെ അത് അക്വസ് ഹ്യൂമർ, നമ്മുടെ അക്വസ് ദ്രവത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ നമ്മുടെ പ്യൂപ്പിൾ വഴി ലെൻസിലേക്കാണ് പോകുന്നത്. പ്യൂപ്പിൾ വഴി ലെൻസിലേക്ക് പോയാൽ പിന്നെ നമ്മുടെ വിട്രിയസ് ഹ്യൂമർ, അടുത്ത ഒരു ഫ്ലൂയിഡ് കാണാം. ആ വിട്രസ് ഹ്യൂമറിലേക്ക് പോയി നേരെ നമ്മുടെ റെറ്റിനയിലേക്കാണ് എത്തുന്നത്. അത് കഴിഞ്ഞാൽ റെറ്റിനയിലുള്ള നമ്മുടെ റോഡ് സെൽസും കോൺ സെൽസും റിസപ്റ്റേഴ്സ് ഉണ്ട്, അവിടെ ഇമ്പൾസ് ഉണ്ടാവുന്നു. ആവേഗം നേരെ നേത്രനാടി വഴി സെറിബ്രം വഴി കാഴ്ച എന്ന അനുഭവത്തിലേക്ക് എത്തുന്നു, അല്ലെ? കാഴ്ച എന്ന അനുഭവത്തിലേക്ക് എത്തുന്നു. അപ്പൊ ആദ്യം ഇമ്പൾസ് ഉണ്ടാവുന്നു, അവിടുന്ന് ഒപ്റ്റിക് നെർവ് വഴി സെറിബ്രത്തിലേക്ക് എത്തുന്നു. സെറിബ്രമാണ് നമുക്ക് സെൻസ് ഓഫ് സൈറ്റ് സാധ്യമാക്കി തരുന്നത്. ക്ലിയർ അല്ലേ? അതേപോലെ സെൻസ് ഓഫ് ഹിയറിംഗ്, കേൾവി എന്ന അനുഭവം. എങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുന്നു? കേൾവി എങ്ങനെയാണ്? ആദ്യം സൗണ്ട് വേവ്സ്, അല്ലെ? നമ്മുടെ ആ ഒരു ശബ്ദ തരംഗങ്ങൾ എങ്ങോട്ടേക്ക് എത്തുന്നു? പിന്നയിലേക്ക് എത്തുന്നു. ആ പിന്നയിൽ നിന്ന് നേരെ ഓഡിറ്ററി കനാൽ നമ്മുടെ കർണനാളത്തിലേക്ക്, അവിടെ നിന്ന് ടിംബാനം കർണപടത്തിലേക്ക്, അവിടുത്തെ വൈബ്രേഷൻ നേരെ ഇയർ ഓസിക്കൽസിലേക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു. അസ്ഥി ശൃംഖലകൾ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നേരെ അത് ഓവൽ വിൻഡോയിലേക്ക് കൊടുക്കുന്നു. ഓവൽ വിൻഡോ കോക്ലിയുടെ ഉള്ളിലേക്ക് ആ വൈബ്രേഷൻസ് കൊടുക്കുന്നു. അവിടെ നിന്ന് എയർ സെൽസ്, രോമകോശങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഇമ്പൾസ്, ആവേഗം ഉണ്ടാവുന്നത്. കോക്ലിക്ക് അകത്തുള്ള ഹെയർ സെൽസിൽ വെച്ചിട്ടാണ് ഇമ്പൾസ് ഉണ്ടാവുന്നത്. അത് ഓഡിറ്ററി നെർവ്, ശ്രവണ നാഡി വഴി സെറിബ്രത്തിലൂടെ സെൻസ് ഓഫ് ഹിയറിംഗ്, കേൾവി എന്ന അനുഭവം നമുക്ക് സാധ്യമാക്കി തരുന്നു. അത് സെറിബ്രം തന്നെയാണ്. എന്നാൽ കേൾവിയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ധർമ്മമാണിത്, ബോഡി ബാലൻസ് അല്ലെങ്കിൽ ശരീര തുലനത പാലിക്കൽ. അതാണ് നമ്മുടെ മൂവ്മെന്റ് ഓഫ് ഹെഡ്, തല ചലിക്കുന്നു, അല്ലെ? തല ചലിക്കുന്നു. മൂവ്മെന്റ് ഓഫ് ഹെഡ് വരുമ്പോൾ പിന്നെ നേരെ എന്ത് ചെയ്യുന്നു? മൂവ്മെന്റ് ഇൻ എൻഡോലിംഫ്, എൻഡോലിംഫിന്റെ ചലനമാണ്. മൂവ്മെന്റ് ഇൻ ഹെഡ് ചലിക്കുമ്പോൾ അവിടെ എൻഡോലിംഫ് ചലിക്കുന്നു. അത് നേരെ എയർ സെൽസ്, രോമകോശങ്ങൾ ചലിക്കാൻ സാധ്യമാക്കുന്നു. അങ്ങനെ നമ്മുടെ സെമി സർക്കുലർ കനാലിലുള്ള എൻഡോലിംഫിന്റെ ചലനം രോമകോശങ്ങളെ ഉദ്ദീപിക്കുന്നു. അങ്ങനെ അവിടെ ഇമ്പൾസ്, ആവേഗം ഉണ്ടാവുന്നു. അത് വെസ്റ്റിബുലാർ നെർവ് വഴി നേരെ സെറിബെല്ലം, ഓർത്ത് വെക്കുക, സെറിബെല്ലത്തിലാണ് ആ ഒരു ആവേഗം എത്തിക്കുന്നത്. വെസ്റ്റിബുലാർ നെർവ് വഴി സെറിബ്രത്തിലേക്ക് മെസ്സേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മുടെ ശരീര തുലനത പാലിക്കുന്നു. അത് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ ആണ്. അടുത്തത് സെൻസ് ഓഫ് ടേസ്റ്റ്, രുചി എന്ന അനുഭവം. എങ്ങനെയാണ് മക്കളെ രുചി എന്ന അനുഭവം നമുക്ക് ഉണ്ടാക്കി കിട്ടുന്നത്? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? പാപ്പിലീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അല്ലെ? പാപ്പിലീസിലുള്ള ടേസ്റ്റ് ബഡ്സ്, സ്വാദുമുഖളങ്ങളിലാണ് നമ്മുടെ കീമോ റിസപ്റ്റേഴ്സ്, രാസഗ്രാഹികൾ ഉള്ളത്. ആ രാസഗ്രാഹികൾ എന്ത് ചെയ്യുന്നു? ഇമ്പൾസ്, ആവേഗങ്ങൾ ഉണ്ടാവുന്നു. അത് നമ്മുടെ നെർവ്, നാഡി വഴി സെറിബ്രത്തിലേക്ക് എത്തുന്നു. സെറിബ്രത്തിൽ വെച്ച് നമുക്ക് സെൻസ് ഓഫ് ടേസ്റ്റ്, രുചി എന്ന അനുഭവം ഉണ്ടാകും. അപ്പം ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നത് കീമോ റിസപ്റ്റേഴ്സ്, രാസഗ്രാഹികളിൽ വെച്ചിട്ടാണ്. ഓക്കെ.
ഇനി എങ്ങനെയാണ് സെൻസ് ഓഫ് സ്മെൽ, എങ്ങനെയാണ് നമുക്ക് നമ്മൾ നല്ല മണം, സുഗന്ധം അല്ലെങ്കിൽ ഗന്ധം അറിയുന്നത്? അരോമാറ്റിക് പാർട്ടിക്കിൾ ഡിഫ്യൂസ് ഇൻ ടു ദ എയർ, വായുവിൽ കലരുന്ന ഗന്ധകണികകൾ എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ എയർ വഴി നമ്മുടെ മൂക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ഗന്ധകണികകൾ മൂക്കിലുള്ള ശ്ലേഷ്മത്തിലേക്ക് മ്യൂക്കസുമായിട്ട് ഡയലൂട്ട് ചെയ്തു. അങ്ങനെ ഡിസോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇമ്പൾസ് ഉണ്ടാക്കുന്നു. ആ ഇമ്പൾസ് നേരെ നെർവ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്നിട്ടോ ബ്രെയിനിലേക്ക് എത്തുന്നു. നമ്മുടെ ഓൾഫാക്ടറി നെർവ് വഴി, അത് ഓർത്ത് വെച്ചോട്ടോ, ഓൾ ഫാക്ടറി നെർവ് വഴിയാണ് അത് എത്തുന്നത്. ഓൾ ഫാക്ടറി നെർവ് അല്ലെ, ഓൾ ഫാക്ടറി നെർവ് വഴി നമ്മുടെ ഗന്ധ നാഡി വഴി എന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ സെറിബ്രത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഗന്ധം എന്ന അനുഭവം, എക്സ്പീരിയൻസ് ഓഫ് സ്മെല്ല് ഉണ്ടാവുന്നു. അപ്പൊ ഇത്രയും ഫ്ലോ ചാർട്ട്സ് ആണ് ചാപ്റ്റർ 1 and 2 ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് സെറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് ഒരു 15 മാർക്കോളം ഓരോന്നിനും സബ് ക്വസ്റ്റ്യൻസ് തന്നെ വരും. അതുകൊണ്ട് ഇത് ഉറപ്പിച്ച് തന്നെ പഠിക്കേണ്ടതാണ്. See you soon in the next video. അപ്പോൾ ഇത് സെറ്റ് ആണ്, ക്ലിയർ ആണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യനും കൂടെ മിസ് നിങ്ങൾക്ക് തരാം. അത് എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ പറയുന്ന ബോഡി ബാലൻസിങ്ങിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത് സെറിബെല്ലമാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിർബന്ധമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. See you soon. Bye.